ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്സ്. ഈ ഒരു ഹെഡിങ് വെച്ച് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്താ എന്ന് പറയുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലേക്ക് നമുക്കൊന്ന് പോകാം. പ്രോഗ്രാമിംഗ് പാരഡിം. ഇതെന്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പ്രോഗ്രാം വളരെ വലുതാണെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ അതിനുള്ള എളുപ്പവഴി എന്ന് പറയുന്നത് അതിനെ സബ്ഡിവിഷൻ ചെയ്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ, ടാസ്കുകളാക്കി മാറ്റുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രോഗ്രാമുകളാക്കി മാറ്റുക എന്നുള്ളതാണ്. നമ്മളത് ആ ഒരു അപ്രോച്ച് നമ്മൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ നമ്മളത് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ വലിയ പ്രോഗ്രാമുകളെ സബ്ഡിവിഷൻ ചെയ്ത് കൊണ്ടുവരും. ഇങ്ങനെ നമ്മൾ ഒരു പ്രോഗ്രാമിനെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഓർഗനൈസ് ചെയ്യുക. ആ ഒരു ഓർഗനൈസിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോഗ്രാമിംഗ് പാരഡിം എന്ന് പറയുന്നത്. എ പ്രോഗ്രാമിംഗ് പാരഡിം ഡിനോട്ട് ദ വേ ഇൻ വിച്ച് എ പ്രോഗ്രാം ഈസ് ഓർഗനൈസ്ഡ്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോഗ്രാമിംഗ് അപ്രോച്ച് ദാറ്റ് വി ഹാവ് ബീൻ ഫോളോയിങ് സോ ഫാർ ആൻഡ് പ്രസൻറ്റ്. ഏതൊരു അപ്രോച്ച് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് നമ്മൾ റെഡ്യൂസ് കോംപ്ലക്സിറ്റി, ഇംപ്രൂവ് റിലയബിലിറ്റി, ബെറ്റർ മെയിൻറ്റെയിനബിലിറ്റി എന്നുള്ളതാണ്. അപ്പോൾ എത്ര വലിയ പ്രോഗ്രാം ആണെങ്കിലും അതിനെ നമ്മൾ സബ്ഡിവിഷൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ടാസ്കുകൾ മാറ്റുമ്പോൾ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പറഞ്ഞ കോംപ്ലക്സിറ്റി കുറയ്ക്കലും റിലയബിലിറ്റി ഇംപ്രൂവ് ചെയ്യിപ്പിക്കലും മെയിൻറ്റെയിൻ ചെയ്യൽ പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഠിച്ചിട്ടുള്ള ലാംഗ്വേജസിനെ കുറിച്ചൊക്കെ നമുക്ക് കഴിഞ്ഞ ഇതിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് മെഷീൻ ലാംഗ്വേജ്, അസംബ്ലിംഗ് ലാംഗ്വേജുകളെ കുറിച്ചൊക്കെ. അപ്പോൾ ഏറ്റവും ഫസ്റ്റിൽ എന്ന് പറയുന്നത് മെഷീൻ ലാംഗ്വേജസ്. നമുക്കറിയാം, സീറോസ് ആൻഡ് വൺസ് ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ലാംഗ്വേജ്. പിന്നീട് അസംബ്ലിംഗ് ലാംഗ്വേജിലേക്ക് വന്നു. പിന്നീട് നമ്മൾ കോബോൾ, ബേസിക് പോലെയുള്ള ലാംഗ്വേജസിലേക്ക് കടന്നു. ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് പിന്നീട് എല്ലാം മാറി നമ്മൾ C++ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് വരെ നമ്മളെത്തി. ഇങ്ങനെ ഓരോ പ്രോഗ്രാമിംഗ് സ്ട്രക്ചർ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും ഓരോ അപ്രോച്ചസാണ് ഫോളോ ചെയ്യുന്നത്. അത് ഏതൊക്കെ അപ്രോച്ചസ് ആണെന്നും അത് എന്തൊക്കെയാണ് ആ മാറ്റങ്ങളെന്നും ആ ഒരു ഹിസ്റ്ററി ഓഫ് പാരഡിം എന്താണെന്നും നമുക്കൊന്ന് നോക്കാം. അതിൽ ഏറ്റവും ആദ്യത്തേതാണ് അൺസ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ്. ഇവിടെ ഈ ഒരു പിക്ചറിൽ കാണിച്ചിട്ടുള്ളതാണ് അൺസ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ്. പിന്നീട് സ്ട്രക്ചേർഡ് പ്രോഗ്രാമിങ്ങിലേക്ക് വരുന്നു. പിന്നെ പ്രൊസീജറൽ പ്രോഗ്രാമിംഗ്, മോഡുലാർ പ്രോഗ്രാമിംഗ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ഈ ഒരു ഫ്ലോ നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കണം. ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു അപ്രോച്ചസ് ഏതൊക്കെയാണെന്നും അതിലൂടെ ജസ്റ്റ് ഒന്ന് നമുക്ക് കടന്നു പോവാം. നമുക്ക് ഓരോന്നിലേക്ക് പോവാം. അതിൽ ആദ്യത്തേതാണ് അൺസ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ്. എന്താണ് അൺസ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ്? ആ ഒരു കൺസെപ്റ്റിനെക്കുറിച്ച് പറയാൻ നമുക്ക് നമ്മുടെ ആ ഒരു മെഷീൻ ലാംഗ്വേജിൻ്റെ ഇതിൽ ഓർക്കുക. മെഷീൻ ലാംഗ്വേജ്, അസംബ്ലിംഗ് ലാംഗ്വേജ് ഒക്കെ ഫോളോ ചെയ്തിരുന്നത് ഈ അൺസ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് പാരഡിമാണ്. ആ ഒരു ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു മോഡ്യൂളായിട്ടാണ് നമ്മുടെ കംപ്ലീറ്റ് പ്രോഗ്രാമിനെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ആ ഒരു കംപ്ലീറ്റ് പ്രോഗ്രാമിൻ്റെ ഒരു പ്രയാസം എന്ന് പറയുന്നത് അതിൻ്റെ മുകളിലുണ്ടാകുന്ന എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒന്നുകിൽ എന്തെങ്കിലും അത് കംപ്ലീറ്റ്ലി റീകൺസ്ട്രക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ അതിൽ ഏറ്റവും പ്രയാസപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡാറ്റ ഗ്ലോബൽ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു പ്രയാസവും അതിൽ ഏറ്റവും കൂടുതലായിട്ടുണ്ട്. മറ്റൊന്ന് സീക്വൻഷ്യൽ ആയിട്ടുള്ള എക്സിക്യൂഷൻസ് ആണ് അൺസ്ട്രക്ചേർഡ് പ്രോഗ്രാമിങ്ങിൻ്റെ അകത്ത് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അൺസ്ട്രക്ചേർഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു പ്രയാസം ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് മാറി പിന്നീട് വന്നിട്ടുള്ളതാണ് സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്. സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റിൽ അല്ലെങ്കിൽ അപ്രോച്ചസിൽ നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിൻ്റെ തുടക്ക സമയത്താണ് ഈ ഒരു സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ നമ്മൾ മെയിൻലി നമ്മൾ ഈ പറയുന്ന സീക്വൻഷ്യൽ എക്സിക്യൂഷൻ തന്നെയാണ് നടക്കുന്നത്. അതായത് ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള സിക്വൻഷൻസ് തന്നെയാണ് അവിടെയും നടന്നു പോയിട്ടുള്ളത്. അതിൽ ലൂപ്പിംഗ് സ്ട്രക്ചേഴ്സും കൺട്രോൾ സ്ട്രക്ചേഴ്സും ഒക്കെ കൊണ്ടുവന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയുള്ളത്. പിന്നീടാണ് നമ്മുടെ പ്രൊസീജറൽ പ്രോഗ്രാമിംഗ് കൺസെപ്റ്റിലേക്ക് വരുന്നത്. ഇതിൽ ഈ പ്രൊസീജറൽ പ്രോഗ്രാമിംഗ് കൺസെപ്റ്റിൽ നിന്ന് പിന്നീട് മോഡുലാർ കൺസെപ്റ്റിലേക്കും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റിലേക്കും ഒക്കെ മാറുന്നത്. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പ്രൊസീജറൽ പ്രോഗ്രാമിംഗ് കൺസെപ്റ്റിൻ്റെ ലിമിറ്റേഷൻസും അതിൻ്റെ എന്താണ് പ്രൊസീജറൽ പ്രോഗ്രാമിംഗ് എന്നൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. പ്രൊസീജറൽ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നതിൽ നമ്മളൊരു മെയിൻ പ്രോഗ്രാം, ആ ഒരു മെയിൻ പ്രോഗ്രാമിൻ്റെ അകത്ത് നമ്മൾ സബ്ഡിവിഷൻ ചെയ്ത് അല്ലെങ്കിൽ ഡിവിഷൻ ചെയ്തുകൊണ്ട് നമ്മളതിനെ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആക്കി മാറ്റുന്നു. ആ ഡിഫറെൻറ്റ് ഫങ്ഷൻസിൽ ഡിഫറെൻറ്റ് ഡാറ്റകളും ഗ്ലോബൽ ഡാറ്റയും ലോക്കൽ ഡാറ്റയും ഉണ്ടായിരിക്കും.
ആ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസിന് വീണ്ടും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനെ നമ്മൾ സബ് ഡിവിഷൻ ചെയ്ത് നമ്മൾ ഉപയോഗിക്കും. പക്ഷേ ഇതിലൊക്കെ ഉള്ള ഒരു പ്രയാസം, ഈ ഒരു പ്രൊസീജിയർ പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു പ്രയാസം എന്ന് പറയുന്നത്, ഇതിൽ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഗ്ലോബലി ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരു ഡാറ്റ ഉണ്ടെങ്കിൽ ആ ഗ്ലോബലി ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഡാറ്റയെ എല്ലാ ഫങ്ഷൻസും ആക്സസ് ചെയ്യുന്നുണ്ടാവാം, ചേഞ്ചസ് വരുത്തുന്നുണ്ടാവാം. ഇതൊന്നും തന്നെ ആർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല? പ്രോഗ്രാമർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഡാറ്റയ്ക്ക് അവിടെ സെക്യൂരിറ്റി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രയാസപ്പെട്ട ഒരു കാര്യം. പ്രൊസീജിയറിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്, പ്രൊസീജിയറൽ പ്രോഗ്രാമിംഗ് കൺസെപ്റ്റിൽ. പിന്നീടുള്ളതാണ് നമ്മൾ മോഡുലാർ പ്രോഗ്രാമിംഗ്. മോഡുലാർ പ്രോഗ്രാമിങ്ങിൻ്റെ അകത്ത് നമുക്ക് പറയുന്ന ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, നമ്മൾ ഈ പറഞ്ഞ പ്രൊസീജിയറൽ കൺസെപ്റ്റ് തന്നെയാണ് അവിടെയുള്ളത്. ലാർജ് പ്രോഗ്രാമിനെ സബ് ഡിവിഷൻ ചെയ്ത് സബ് പ്രോഗ്രാമുകളാക്കി, സബ് ഫംഗ്ഷൻസുകളാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ സബ് പ്രോഗ്രാമുകളാക്കി മാറ്റുന്നു. അതിനെ വീണ്ടും നമുക്ക് റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ വീണ്ടും നമ്മൾ സബ് ഡിവിഷൻ ചെയ്യുന്നു, പിന്നെയും സബ് ഡിവിഷൻ ചെയ്ത് കൊണ്ടുവരുന്നു. ഇങ്ങനെ സബ് ഡിവിഷൻ ചെയ്ത് ഓരോ യൂണിറ്റുകളാക്കി മാറ്റുമ്പോൾ ഇതിലുള്ള സിമിലർ പ്രോഗ്രാംസ് അല്ലെങ്കിൽ സിമിലർ ഫംഗ്ഷൻസുകളെ ഒരു സിംഗിൾ യൂണിറ്റാക്കി മാറ്റുക. ആ സിംഗിൾ യൂണിറ്റിന് നമ്മൾ പറയുന്ന പേരാണ് മൊഡ്യൂൾ എന്നുള്ളത്. ആ മൊഡ്യൂളുകളാണ് പിന്നീട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ മൊഡ്യൂളുകൾക്ക് ലോക്കൽ ഡാറ്റ ഉണ്ടാവാം, ഗ്ലോബൽ ഡാറ്റ ആക്സസിങ് ഉണ്ടാവാം, എല്ലാം ഉണ്ടാവും. ഇങ്ങനെ മെയിൻ പ്രോഗ്രാമുകളെ സബ് ഡിവിഷൻ ചെയ്ത് അതിലുള്ള സിമിലർ ഫങ്ഷൻസുകളെ സിംഗിൾ യൂണിറ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ് മോഡുലാർ പ്രോഗ്രാമിങ്ങിൽ ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു പോകേണ്ട ഒരു കാര്യമാണ് ടോപ്പ് ഡൗൺ ആൻഡ് ബോട്ടം അപ്പ് ഡിസൈൻ എന്ന് പറയുന്നത്. ടോപ്പ് ഡൗൺ ഡിസൈനും ബോട്ടം അപ്പ് ഡിസൈനും ഈ മോഡുലാർ പ്രോഗ്രാമിങ്ങിൻ്റെ അതേ കൺസെപ്റ്റ് തന്നെയാണ്. അതായത് ലാർജ് പ്രോഗ്രാംസിനെ സബ് ഡിവിഷൻ ചെയ്ത് ഡിവിഷനായിട്ട് ഡിഫറെൻറ്റ് പ്രോഗ്രാമുകളാക്കി മാറ്റുന്നു. അതിനെ വീണ്ടും സബ് ഡിവിഷൻ ചെയ്ത് കൊണ്ടുവന്നിട്ട് ഒരു ബ്രാഞ്ച് പോലെ നമ്മളെ പ്രോഗ്രാമുകൾ കാണുന്നു. ഇങ്ങനെ ബ്രാഞ്ചായിട്ട് നിൽക്കുന്നതിൽ ടോപ്പ് ഡൗൺ ഡിസൈൻ ആണെങ്കിൽ മെയിൻ പ്രോഗ്രാമിലാണ് ഡെവലപ്മെൻറ്റ് ആദ്യം നടക്കുന്നത്. ദെൻ നെക്സ്റ്റ് ലെവലിലേക്ക് വരും. അങ്ങനെ ബോട്ടം ആയിട്ട് ആ ഫംഗ്ഷനിങ് നടന്നു പോകുന്നുണ്ട്. ഇത് സിയിലും ഫോർട്ടാൻ പോലുള്ള ലാംഗ്വേജസിലാണ് ടോപ്പ് ഡൗൺ ഡിസൈൻസ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ബോട്ടം അപ്പ് ഡിസൈനിങ് ആണെങ്കിൽ നമ്മൾ ഇതേ കൺസെപ്റ്റ് തന്നെയാണ്. ലാർജ് പ്രോഗ്രാമിനെ സബ് ഡിവിഷൻ ചെയ്ത് സെക്കൻഡ് പ്രോഗ്രാമുകളാക്കും, സെക്കൻഡ് ലെവലിനെ വീണ്ടും സബ് ഡിവിഷൻ ചെയ്ത് തേർഡ് ലെവലിലേക്ക് വരുന്നു, അങ്ങനെ സബ് ഡിവിഷൻ ചെയ്ത് പോകും. പക്ഷേ ഇതിൽ നമുക്ക് വർക്ക് തുടങ്ങുന്ന എവിടെ നിന്നായിരിക്കും? ബോട്ടം ലെവലിൽ നിന്ന് നമ്മുടെ ഫംഗ്ഷൻ ചെയ്ത് നമ്മുടെ മെയിൻ പ്രോഗ്രാമിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഇതാണ് ടോപ്പ് ഡൗൺ ആൻഡ് ബോട്ടം അപ്പ് ഡിസൈനിങ് എന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ അതെല്ലാം കഴിഞ്ഞ് വരുന്നതാണ് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്. അതായത് നമ്മൾ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന C++ പ്രോഗ്രാമിംഗ് കൺസെപ്റ്റിലേക്ക് എത്തുന്നത്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ എന്താണ് അതിലുള്ള പ്രത്യേകത എന്നും അതിൻ്റെ കുറിച്ചുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മുഴുവനായിട്ട് പറയാൻ പോകുന്നത്. അതിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാം ഒബ്ജക്റ്റ് എന്താണെന്നും അതിൻ്റെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് എന്താണെന്നും അതിൻ്റെ ആയിട്ട് റിലേറ്റഡുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഹിസ്റ്ററി ഓഫ് പാരഡിം നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. അൺസ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ്, സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ്, പ്രൊസീജിയറൽ പ്രോഗ്രാമിംഗ്, മോഡുലാർ പ്രോഗ്രാമിംഗ്, പിന്നെ ടോപ്പ് ഡൗൺ ആൻഡ് ബോട്ടം അപ്പ് ഡിസൈൻ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ പറയാൻ പോകുന്നൊരു കാര്യം പ്രൊസീജിയറൽ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിയത്തെക്കുറിച്ചും അതിൽ നിന്ന് മാറി അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞ് അതിലൂടെ നമ്മൾ പിന്നെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്നും കൂടി നോക്കാം. പ്രൊസീജിയറൽ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് സ്പെസിഫൈ എ സീരീസ് ഓഫ് വെൽ സ്ട്രക്ചേർഡ് സ്റ്റെപ്സ് ആൻഡ് പ്രൊസീജിയർ ടു കമ്പോസ് എ പ്രോഗ്രാം. ഇതിലെല്ലാം പ്രൊസീജിയറിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഡാറ്റയ്ക്കല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ള കുറേ പ്രയാസങ്ങളുണ്ട്. ഡാറ്റ സെക്യൂരിറ്റി എന്ന് പറയുന്നത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നമുക്ക് നന്നായി അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ തന്നെ നമുക്കറിയാം, നമ്മൾ ഈ ഒരു കോവിഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മൾ ആ ഒരു പേഷ്യൻസിൻ്റെ ഡാറ്റകൾ മറ്റു കാര്യങ്ങളൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് ഒരുപാട് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ഡാറ്റകളൊക്കെ തന്നെ പുറത്തു പോകാതിരിക്കുക എന്നുള്ളതും നമ്മൾ അത്യാവശ്യപ്പെട്ടൊരു കാര്യം തന്നെയാണ്, അല്ലേ? അപ്പോൾ ആ ഡാറ്റ എന്ന് പറയുന്നതിന് അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ്. ആ ഒരു ഇതിൽ നിന്ന്, അതായത് ഡാറ്റയ്ക്ക് ഇമ്പോർട്ടൻസ് ഇല്ലാതെ പ്രൊസീജിയറിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഇൻ ദിസ് പാരഡിഗം വെൻ ദ പ്രോഗ്രാം become large and complex, the list of instruction is divided and grouped into functions. To further reduces the complexity, the function associated with a common task are grouped into modules. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അല്ലേ? നമ്മുടെ പ്രോഗ്രാമിനെ സബ് ഡിവിഷൻ ചെയ്ത് ചെറിയ പ്രോഗ്രാമുകളാക്കി മാറ്റുന്നു. ആ പ്രോഗ്രാമിൽ സിമിലർ ഫംഗ്ഷൻസ് ഉള്ളതിനെല്ലാം മോഡ്യൂളുകളാക്കി മാറ്റുന്നു. ആ ഒരു മോഡ്യൂളുകളാണ് പിന്നീട് വർക്ക് ചെയ്യുന്നതൊക്കെ. ഇത് C, പാസ്കൽ, ഫോർട്ടാൻ, ബേസിക് പോലുള്ള ഇതൊക്കെ പ്രൊസീജിയറൽ ലാംഗ്വേജസ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്.
അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമ്മളിവിടെ ആ ഒരു പിക്ചറിലൂടെയാണ് നമുക്ക് ആ ഒരു പ്രോഗ്രാമിനെ കാണിച്ചിരിക്കുന്നത്. മെയിൻ പ്രോഗ്രാമാണ്. മെയിൻ പ്രോഗ്രാമിൻ്റെ അകത്ത് കുറേയധികം ഫംഗ്ഷൻസ് എഴുതിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ പഠിച്ചിട്ടുള്ളതാണ് ഫംഗ്ഷൻ എങ്ങനെ എഴുതാമെന്നും ഫംഗ്ഷൻ എങ്ങനെ കോൾ ചെയ്യുന്നു എന്നുള്ളത്. ആ ഒരു ഫംഗ്ഷനെ ഒരു പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ എഴുതുന്നു. പ്രോഗ്രാമിൻ്റെ ആ ഒരു മെയിൻ പ്രോഗ്രാമിൽ നിന്ന് വിട്ടിട്ടാണ് നമ്മൾ ആ ഫംഗ്ഷൻ എഴുതുന്നത്. ആ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുക മാത്രമാണ് ആ മെയിൻ പ്രോഗ്രാമിൽ ചെയ്യുന്നത്. അതിൽ തന്നെ സിമിലറായിട്ടുള്ള ഫംഗ്ഷൻസുകളെ എല്ലാം കൂടെ ഒരു മൊഡ്യൂളാക്കി മൊഡ്യൂൾ 1 ആക്കുന്നു. മറ്റ് സിമിലറായിട്ടുള്ള എല്ലാം കൂടെ മൊഡ്യൂൾ 2 ആക്കി മാറ്റുന്നു. ഇങ്ങനെ മൊഡ്യൂളുകളാക്കി തരംതിരിക്കുന്നു. ഈ ഒരു അതാണ് പ്രൊസീജിയറൽ പ്രോഗ്രാമിംഗ് പാരഡിം എന്ന് പറയുന്നത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കോംപ്ലക്സിറ്റി വിത്ത് പ്രൊസീജിയറൽ ലാംഗ്വേജസ്. എന്താണ് ഈ ഒരു പ്രൊസീജിയറൽ ലാംഗ്വേജിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്? അതിൽ 4 പോയിൻ്റാണ് നമ്മുടെ ഇതിൽ സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. 4 പോയിൻറ്റിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ഡാറ്റ ഈസ് അണ്ടർ വാല്യൂഡ്. Adding new data element may require modification to all functions. Creating new data type is difficult. Provide poor real world modeling. ഇത് ഓരോന്നും എന്താ എന്നുള്ളത് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകണം. ഡാറ്റ അണ്ടർ വാല്യൂഡ് എന്താണെന്നും അതേപോലെ മറ്റ് പോയിൻറ്റ്സുകൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് നോക്കാം. അതിൽ ആദ്യത്തേതാണ് ഡാറ്റ ഈസ് അണ്ടർ വാല്യൂഡ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഡാറ്റയുടെ ഇമ്പോർട്ടൻസ് ഒരു പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ഒരു കേസിലാണെങ്കിലും ഡാറ്റ എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഗ്ലോബലി നമ്മൾ ഗ്ലോബലായിട്ട് ഒരു ഡാറ്റയെ നമ്മൾ ഡിക്ലെയർ ചെയ്തു അല്ലെങ്കിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഏത് ഫംഗ്ഷന് വേണമെങ്കിലും ആക്സസ് ചെയ്യാം അല്ലേ? ഒരു പ്രോഗ്രാമിലുള്ള ഏത് ഫംഗ്ഷൻ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് നോക്കുക. ഇൻ പ്രൊസീജിയർ ലാംഗ്വേജ് എംഫസൈസ് ഈസ് ഓൺ doing things. Data is given less importance. The green line shows which functions requires a particular data and red line shows illegal access of data. അതായത് നമുക്കൊരു ഫംഗ്ഷന് ആവശ്യമില്ലാത്ത ഡാറ്റയെ ആക്സസ് ചെയ്ത് ആവശ്യമില്ലാത്ത രീതിയിൽ അതിനെ മാറ്റാം. ഗ്ലോബലി ആവുമ്പോൾ അത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഏത് ഫംഗ്ഷൻ ഏത് സമയത്താണ് എങ്ങനെയാണ് ആക്സസ് ചെയ്തതെന്നുള്ളതൊക്കെ അറിയാമെന്നുള്ളത്. അതുപോലെ ഇതിൽ പറഞ്ഞു കൊണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡാറ്റയെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഡാറ്റയുടെ സെക്യൂരിറ്റി അത്ര പ്രാധാന്യം കൊടുക്കാതെയാണ് പ്രൊസീജിയർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അതിൽ രണ്ടാമത്തെ പോയിൻ്റാണ് ആഡിങ് ന്യൂ ഡാറ്റ എലമെൻറ്റ് മേ റിക്വയർ മോഡിഫിക്കേഷൻ ടു ഓൾ ഫങ്ഷൻസ് എന്നുള്ളത്. നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു ഗ്ലോബലി ഡാറ്റ ഡിക്ലെയർ ചെയ്തു, അത് ആക്സസ് ചെയ്യുന്നുണ്ട്, എല്ലാ ഫങ്ഷൻസും ഒരു പ്രോഗ്രാമിലുള്ള എല്ലാ ഫങ്ഷൻസും അത് ആക്സസ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ആ ഒരു ഡാറ്റ ആക്സസ് ചെയ്യുന്നത് ഏത് ഫങ്ഷനാണെന്ന് അറിയുന്നില്ല. അപ്പോൾ എന്തെങ്കിലും മാറ്റം ഡാറ്റയിൽ ആ ന്യൂ ഡാറ്റ ഐറ്റത്തിൽ വരുത്തുന്നുണ്ടെങ്കിൽ അത് എവിടെയൊക്കെ ബാധിക്കും? അത് ആക്സസ് ചെയ്യുന്ന എല്ലാ ഫങ്ഷനെയും അത് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ അതെല്ലാം എന്ത് ചെയ്യേണ്ടി വരും? മോഡിഫിക്കേഷൻസ് വേണ്ടി വരുന്നു. അത് ഒരു പ്രോഗ്രാമിനെ സംബന്ധിച്ച് ഒരു ഡാറ്റയിൽ വരുന്ന എന്തെങ്കിലും ഡാറ്റ ഐറ്റത്തിൽ വരുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് എല്ലാ ഫംഗ്ഷനെയും മാറ്റേണ്ടി വരുന്നതെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പ്രൊസീജിയറൽ പ്രോഗ്രാമിൽ ആ ഒരു പ്രയാസം നേരിടുന്നുണ്ട്. അതിനൊരു എക്സാമ്പിളായിട്ട് നമുക്കിവിടെ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിലൊരു സോഫ്റ്റ്വെയർ എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് സ്റ്റുഡൻസിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസിൻ്റെ അകത്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഏജ് എന്ന് പറയുന്ന ഒരു ഐറ്റം നമുക്ക് ആഡ് ചെയ്യണം എന്ന് വിചാരിക്കുക. എങ്ങനെയാണ് ആ ഐറ്റം എക്സിസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു സ്കൂളിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ആഡ് ചെയ്യാവുന്നത്. അത് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് എവിടെയൊക്കെ മാറ്റം വരുത്തണം? ആ സ്റ്റുഡൻറ്റ് ഡാറ്റ ആക്സസ് ചെയ്യുന്ന ഏതൊക്കെ ഫങ്ഷൻസ് ഉണ്ടോ അവിടെയൊക്കെ പോയിട്ട് നമ്മൾ ആ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഈ വരുന്ന മാറ്റങ്ങൾ എവിടെയും ആക്സസ് ചെയ്യാതെ പോകും. അതുകൊണ്ട് തന്നെ എല്ലാ ഇതിലും പോയിട്ട് മാറ്റേണ്ടി വരുന്നു. അതൊരു വലിയൊരു പ്രയാസമാണ് എല്ലാ ഫങ്ഷനിലും പോയി മാറ്റുക എന്ന് പറയുന്നത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ക്രിയേറ്റിംഗ് എ ന്യൂ ഡാറ്റ ടൈപ്പ് ഈസ് ഡിഫിക്കൽട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കാം നമുക്ക്. ദ എബിലിറ്റി ഓഫ് എ പ്രോഗ്രാം ടു അലോ സിഗ്നിഫിക്കൻറ്റ് എക്സ്റ്റൻഷൻ ഓഫ് ഇറ്റ്സ് കേപ്പബിലിറ്റി വിത്തൗട്ട് മേജർ റീറൈറ്റിംഗ് ഓഫ് കോഡ് ഓർ ചേഞ്ച് ഇൻ ഇറ്റ് ബേസിക് ആർക്കിടെക്ചർ ഈസ് കോൾഡ് എക്സ്റ്റെൻസിബിലിറ്റി. എന്താണ് എക്സ്റ്റെൻസിബിലിറ്റി എന്ന് ഉദ്ദേശിച്ചത്? ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ഇതിനെ റീറൈറ്റ് ചെയ്യാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കാതിരിക്കുക. അങ്ങനെ മാറ്റാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? എക്സ്റ്റെൻസിബിലിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു ഫീച്ചർ ആർക്കില്ല? പ്രൊസീജിയർ ലാംഗ്വേജസ് ആർ നോട്ട് എക്സ്റ്റെൻസിബിൾ. എക്സ്റ്റെൻസിബിലിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആർക്കില്ല? പ്രൊസീജിയർ പ്രോഗ്രാമിന് ഇല്ല. ഈ ഒരു എക്സ്റ്റെൻസിബിലിറ്റി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ റെഡ്യൂസിങ് ദ കോംപ്ലക്സിറ്റി ഓഫ് എ പ്രോഗ്രാം വൈൽ എക്സ്റ്റെൻഡിങ് ഇറ്റ്സ് കേപ്പബിലിറ്റീസ്. ഇങ്ങനെ എക്സ്റ്റെൻസിബിലിറ്റി ഉണ്ടെങ്കിൽ തന്നെ കോംപ്ലക്സിറ്റി പ്രോഗ്രാമിൻ്റെ കുറയും എന്നുള്ളതാണ്
പക്ഷേ പ്രൊസീജിയർ ലാംഗ്വേജ് ആർ നോട്ട് എക്സ്റ്റെൻസിബിൾ. അടുത്ത ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്ന കാര്യം പ്രൊവൈഡ്സ് പുവർ റിയൽ വേൾഡ് മോഡലിംഗ്. ഇൻ പ്രൊസീജിയറൽ പ്രോഗ്രാമിംഗിൽ ഫങ്ഷൻസ് ആൻഡ് ഡാറ്റ ആർ നോട്ട് കൺസിഡേർഡ് ആസ് എ സിംഗിൾ യൂണിറ്റ്. ഇതൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ദേ ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഈച്ച് അതർ. അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. കനോട്ട് മോഡൽ റിയൽ വേൾഡ് ഒബ്ജക്റ്റ് എഫക്റ്റീവ് തന്നെ കനോട്ട് മോഡൽ റിയൽ വേൾഡ് ഒബ്ജക്റ്റ് എഫക്റ്റീവ്ലി. അതിനിവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നുണ്ട്. എവറി റിയൽ വേൾഡ് ഒബ്ജക്റ്റ് that we deal with have both characteristics and behavior bundled in a single unit. നമുക്ക് if you take the object human എന്നുള്ളത് എടുക്കാം. ഹ്യൂമൻ എന്ന് പറയുന്നതിന് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടാവും? ക്യാൻ ബി നെയിം ഉണ്ടാവും, ജെൻഡർ, നാഷണാലിറ്റി ഒക്കെ ഉണ്ട്. ബിഹേവിയർ ക്യാൻ എന്തൊക്കെയായിരിക്കും? സ്പീക്കിംഗ് ആൻഡ് ലോഫിംഗ് എക്സെട്ര. ഈ ഒരു കേസിൽ ബിഹേവിയർ നമുക്ക് എന്തായിട്ട് ചെയ്യാം? ഇംപ്ലിമെൻ്റ് ചെയ്യാം, ഒരു ഫങ്ഷനായിട്ട് implement ചെയ്യാം. ആൻഡ് ക്യാരക്ടറൈസസ് മേ ബി റെപ്രസെൻറ്റഡ് ആസ് ഡാറ്റ ഇൻ ദ പ്രോഗ്രാം. വി ആർ നോട്ട് ഏബിൾ ടു ക്ലബ് ഡാറ്റ ആൻഡ് ഫങ്ഷൻ. ഈ ഡാറ്റയും ഫങ്ഷനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്ലബ് ചെയ്യാൻ പറ്റില്ല. അതോടുകൂടി നമുക്ക് എന്ത് ചെയ്യില്ല? ദെർഫോർ ദ മോഡലിംഗ് തിങ്സ് ഇൻ ദ റിയൽ വേൾഡ് ഈസ് ഡിഫിക്കൽട്ട് ഇൻ പ്രൊസീജിയറൽ പ്രോഗ്രാമിംഗ്. ഈ ഒരു പോരായ്മയൊക്കെ തന്നെ നമുക്ക് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റിൽ വരുമ്പോൾ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പഠിക്കുന്ന സമയത്ത് ഒന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം.